എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ കാണുക. സ്കൂൾ തല മത്സരമാണ് 6 ഓഗസ്റ്റ് 2024. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ കാണുക, പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ആദ്യത്തെ ചോദ്യം: എത്ര നാളിങ്ങടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരണ്ടയോ? ഈ വരികൾ പ്രശസ്തമായ ഒരു ദേശഭക്തി ഗാനത്തിലുള്ളതാണ്. ആരാണ് ഈ ഗാനം രചിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. അംശി നാരായണപിള്ള. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത വ്യക്തി ആരാണ്? ഗുജറാത്തിലെ വന്ധ്യവയോധികൻ എന്നുകൂടി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് കേട്ടോ. ഇതേ മാതൃകയിലായിരിക്കും അടുത്ത എക്സാമും. ഉത്തരം അബ്ബാസ് തിയാബ്ജി. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ ഞങ്ങളുടെ തോക്കുകൾ ഗർജിക്കേണ്ടി വരും. സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീരപുരുഷന്റെ വാക്കുകളാണിത്. ആരാണ് ഈ ധീരദേശാഭിമാനി? ഉത്തരം ഭഗത് സിംഗ്. ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന 775 മുറികളുള്ള ഈ ധനാഢ്യഗ്രഹത്തിലാണ് ഒറ്റ മുണ്ടുടുത്ത് മുട്ടൻ വടിയുമായി ലാളിത്യത്തിൻ്റെ പ്രതീകമായി ഒരു മനുഷ്യൻ 2ാം വട്ടമേശ സമ്മേളനത്തിനായി കടന്നു വന്നത്. ചിത്രത്തിൽ കാണുന്ന ഈ സൗധത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബക്കിംഗ്ഹാം പാലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജി ഇന്ത്യയിൽ മാത്രം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 2089 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ എത്ര ദിവസമാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നത്? ഉത്തരം 168 ദിവസം. 1911 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കപ്പെട്ടത്. എവിടെ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്? ഉത്തരം കൊൽക്കത്ത. ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട മിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നാണ് മോചനം നേടിയത്. എന്നാൽ പുതുച്ചേരി ഏത് വിദേശ ശക്തിയിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? ഉത്തരം ഫ്രാൻസ്. ചരിത്രപ്രസിദ്ധമായ ഈ കൂടിക്കാഴ്ച നടന്ന വർഷം. ആരൊക്കെയാണിത്? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എന്നാണ് എന്ന ചോദ്യം. ഉത്തരം 1925 ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുന്ന ബാലസാഹിത്യ കൃതിയായ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ കവർ ചിത്രമാണിത്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കെ തായാട്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് വാക്കിലാണ്? ഉത്തരം വി. നെക്സ്റ്റ്: ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ലോകപ്രസിദ്ധമാണ്. ഈ കത്തുകൾ ക്രോഡീകരിച്ച് പിറവിയെടുത്ത മഹൽ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്?
വിശ്വ ചരിത്രാവലോകനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയുടെ ചിത്രമാണിത്. അദ്ദേഹം ആരാണ്? ഗാന്ധിജി ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളിയാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ സഹായിക്കാനായി രഹസ്യ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ പ്രവർത്തിച്ച ഉഷ മെഹ്ത എന്ന വനിത ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഈ റേഡിയോ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോൺഗ്രസ് റേഡിയോ എന്നറിയപ്പെടുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് പവിത്രമായ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏത് ചരിത്ര സംഭവത്തിൻ്റെതാണ് ഈ ചിത്രം? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഉപ്പു സത്യാഗ്രഹം, ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ചിത്രത്തിൽ കാണുന്ന വീടിൻ്റെ പേര് വയൽവാരം വീട് എന്നാണ്. ആരുടേതാണ് ഈ ഭവനം? വയൽവാരം വീട് ആരുടേതാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹമാണ്. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നീലത്തിൻ്റെ കറ എന്ന ഭാഗത്ത് വളരെ പ്രസിദ്ധമായ ഒരു സമരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതാണ് ഈ സമരം? ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പ്രസിദ്ധയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രമാണിത്. ആരാണ് ഇവർ? AV കുട്ടിമാളു അമ്മ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ് എന്നുള്ളതൊന്ന് തിരിച്ചറിയണം. ഉത്തരം ബാലഗംഗാധര തിലകാണ്. നെക്സ്റ്റ്. ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട സ്മാരകമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ഈ നോവല്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ദേശീയ ഗീതം വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നുമാണ്. ഓക്കെ. നെക്സ്റ്റ്. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഉധം സിംഗ് ആണ്.